പ്രിയപ്പെട്ടവരെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ BJP തങ്ങളുടെ സംസ്ഥാന മോഡലുകൾക്ക് വേണ്ടി ശ്രമിക്കാറുണ്ട്. അത്തരത്തിൽ BJPയെ സംബന്ധിച്ച് ബാലികേറ മലയായ തങ്ങൾക്ക് കൃത്യമായ ഒരു ആക്സസ് ഉണ്ടാക്കാൻ കഴിയാത്ത കേരളത്തിൽ ഒരു പുതിയ പരീക്ഷണം BJP നടത്തുകയുണ്ടായി. അതാണ് സംസ്ഥാന പ്രസിഡന്റായിട്ട് ഒരു ഔട്ട്സൈഡറെ നിയമിച്ചുകൊണ്ട് BJP കേരളത്തിൽ അധികാരത്തിൽ എത്തിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം നടത്തിയത്. രാജീവ് ചന്ദ്രശേഖരൻ എന്ന ബാംഗ്ലൂർ സ്വദേശിയായ, ജന്മം കൊണ്ട് അദ്ദേഹം മലയാളിയാണെങ്കിലും കർമ്മം കൊണ്ടും മറ്റു അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളും ബിസിനസ് കൊണ്ടെല്ലാം അദ്ദേഹം ഒരു ബാംഗ്ലൂർ സ്വദേശിയാണ്. 2 പ്രാവശ്യം രാജ്യസഭ MP ആയ, അതിലൂടെ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയും അവിടെ 2ാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിലെ BJP അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ശോഭാ സുരേന്ദ്രനൊക്കെ വെളിപ്പെടുത്തിയത് വെച്ച് പരിശോധിച്ചാൽ കേരളത്തിലെ BJP നേതാക്കന്മാർ ഇറക്കാൻ അല്ലെങ്കിൽ നൽകാൻ തയ്യാറായ തുകയേക്കാൾ അധികം തുക നൽകിയാണ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൻ്റെ BJP അധ്യക്ഷ സ്ഥാനം നേടിയിട്ടുള്ളത്. എന്നാൽ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധികളാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. അത് കൂടുതൽ എക്സ്റ്റേണലായ ബാഹ്യമായ പ്രശ്നങ്ങളെക്കാൾ കുറച്ചുകൂടി ആഭ്യന്തരമായ പ്രശ്നങ്ങളാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. അത് പറയാനുള്ള കാരണം വളരെ റീസെൻ്റായ വളരെ നിർണായകമായ 2 തിരഞ്ഞെടുപ്പുകൾക്ക് തൊട്ട് മുമ്പാണ് രാജീവ് ചന്ദ്രശേഖരൻ അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്നത്. അത് 2025 തദ്ദേശ തിരഞ്ഞെടുപ്പും 2026 നിയമസഭാ തിരഞ്ഞെടുപ്പും. ഇത് രണ്ടും ചുരുങ്ങിയത് ഒരു വർഷത്തിനുള്ളിലാണ് ഈ 2 ഇലക്ഷനും വരാൻ പോകുന്നത്. ഈ സാഹചര്യത്തിലാണ് രാജീവ് ചന്ദ്രശേഖരനെ നിയമിച്ചിട്ടുള്ളത്. അദ്ദേഹം നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ ബാഹ്യമായ പ്രശ്നങ്ങളെക്കാൾ ആഭ്യന്തര പ്രശ്നങ്ങളാണ് എന്നുള്ളതിന് പ്രധാന കാരണം അദ്ദേഹം ഒരു ഔട്ട്സൈഡറാണ് എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഇത്രയും നാൾ BJPയിൽ സംസ്ഥാന അധ്യക്ഷന്മാരായവരെല്ലാം, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ സംസ്ഥാന അധ്യക്ഷന്മാരായ ആളുകളെല്ലാം BJP എന്ന പാർട്ടിയിൽ അടിത്തട്ട് മുതൽ പ്രവർത്തിച്ച് ആ പാർട്ടിയിൽ തങ്ങളുടെ കൂറ് തെളിയിച്ച് തങ്ങളുടെ കഴിവ് തെളിയിച്ച് ചിലരൊക്കെ ഗ്രൂപ്പ് ഉണ്ടാക്കി അത്തരത്തിൽ വർഷങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ, രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ BJPയുടെ അധ്യക്ഷ പദത്തിലെത്തിയ ആളുകളാണ്. സുരേന്ദ്രനായാലും PK കൃഷ്ണദാസ് ആണെങ്കിലും V മുരളീധരനാണെങ്കിലും അത്തരത്തിലുള്ള മുഴുവൻ നേതാക്കന്മാരും, മുൻ പ്രസിഡന്റായിട്ടുള്ള ശ്രീധരൻ പിള്ള ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാം അത്തരത്തിൽ BJPയുടെ അധ്യക്ഷന്മാരായവരാണ്. എന്നാൽ അത്തരത്തിലൊരു പൊസിഷനിലേക്കാണ് ഔട്ട്സൈഡറായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവന്ന് വെക്കുന്നത്. ഇപ്പോൾ BJPയുടെ കേരള ഘടകത്തിൻ്റെ പ്രധാന ബ്രാൻഡിങ് വർക്കുകളിൽ ഒന്ന് രാജീവ് ചന്ദ്രശേഖരനെ ഇൻസൈഡറായിട്ട് ബ്രാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് രാജീവ് ചന്ദ്രശേഖരൻ പുറത്തുള്ള ആളുകളല്ല, മലയാളിയാണ്, മുണ്ടെടുക്കാൻ അറിയാവുന്ന, മലയാളം പറയാൻ അറിയാവുന്ന മലയാളിയാണ് എന്ന് തെളിയിക്കാനുള്ള ശ്രമങ്ങളാണ് കൂടുതൽ ബ്രാൻഡിങ് കമ്പനികളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ആരോഗ്യവകുപ്പിനെതിരെ നടന്ന ഒരു മാർച്ചിൽ അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹത്തിന് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അദ്ദേഹം പറയുന്ന ആശയം ഉള്ളിൽ നിന്ന് പുറത്തെത്തിക്കാൻ കഴിയുന്നില്ല, മലയാളത്തിൽ കഴിയുന്നില്ല എന്നുള്ളത് ഒരു ഗുരുതരമായ പ്രശ്നമാണ്. അത് തന്നെയാണ് VD സതീശൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ചൂണ്ടിക്കാണിച്ച് കേരള പൊളിറ്റിക്സിനെ പറ്റി രാജീവ് ചന്ദ്രശേഖരന് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഔട്ട്സൈഡറായിട്ട് ബ്രാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടാമതായിട്ട് അദ്ദേഹം അനുഭവിക്കുന്നൊരു പ്രശ്നം കമ്മ്യൂണിക്കേഷനാണ്. മലയാളത്തിൽ വളരെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഒരുപക്ഷെ കേന്ദ്ര BJPയിലും അതുപോലെ ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ അതൊരു ഇഷ്യൂ ആയിട്ട് മാറണമെന്നില്ല. പ്രാദേശിക ഭാഷ അറിയാത്തത് ഒരു പ്രശ്നമാവണമെന്നില്ല. പക്ഷെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വേരുറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, പ്രത്യേകിച്ച് സംസ്ഥാന ഭരണം പിടിക്കുമെന്ന് അമിത്ഷായൊക്കെ 2026 ഭരണം പിടിക്കുമെന്ന് അമിത്ഷായൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വേണ്ട ഒരു കേപ്പബിലിറ്റി ഉള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അടിയന്തരമായിട്ട് വേണ്ട, അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടാവേണ്ടതുണ്ടായിരുന്നു. എന്നാൽ അത് രാജീവ് ചന്ദ്രശേഖരന് ഇല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നിടത്തെല്ലാം അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൺവിൻസ് ചെയ്തെടുക്കാൻ ഒരുപാട് സമയവും പ്രയാസവും നേരിടുന്നുണ്ട്. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം നേരിടുന്ന ഫാക്ഷൻസ് ആണ്. എന്ന് വെച്ചാൽ വിഭാഗീയത. PK കൃഷ്ണദാസിൻ്റെയും V മുരളീധരൻ്റെയും നേതൃത്വത്തിലുള്ള 2 ഗ്രൂപ്പുകളും ഇതിൻ്റെ തന്നെ അവാന്തര ഗ്രൂപ്പുകളും അങ്ങനെ വിവിധ ഗ്രൂപ്പുകളായി സംസ്ഥാന ജില്ലാതലത്തിൽ BJP വളരെ സ്കാറ്റേഡായി കിടക്കുന്നൊരു സംഘമാണ് BJP.
ആ BJP-യിൽ ഫാക്ഷനെ ഇല്ലാതാക്കാൻ ഒരുപക്ഷെ ഒരു RSSകാരനെയോ അല്ലെങ്കിൽ ഒരു കോറായ ഒരു BJP-കാരനോ കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി മനസ്സിലാക്കാം. എന്നാൽ പാർട്ടിയിൽ സീസണൽ പൊളിറ്റീഷ്യനായ ഒരു നേതാവിനെ കൊണ്ടുവന്നിട്ട് വിഭാഗീയത ഇല്ലാതാക്കി അതിനെ തലപ്പത്ത് കൊണ്ടുവന്ന് സംസ്ഥാന അധ്യക്ഷനാക്കിയിട്ട് വിഭാഗീയത ഇല്ലാതാക്കി പാർട്ടിയെ നയിക്കാൻ കഴിയുമെന്നുള്ള മൂഢധാരണ കേന്ദ്ര നേതൃത്വത്തിൽ എങ്ങനെയൊക്കെ സംഭവിച്ചു കൊണ്ടിരുന്നു. ഇപ്പോൾ തന്നെ പുതിയ വൈസ് പ്രസിഡന്റുമാരെയും ജനറൽ സെക്രട്ടറിമാരെയും നിയമിച്ചപ്പോൾ മുരളീധര പക്ഷത്തെ കൃത്യമായിട്ട് തഴഞ്ഞിട്ടുണ്ട്. എന്നാൽ PK കൃഷ്ണദാസ് പക്ഷത്തെ കുറച്ചുകൂടി അടുത്ത് ചേർത്ത് ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെയും MT രമേശിനെയൊക്കെ കൂടെ നിർത്തുകയും ഈ മുരളീധരനെയും K സുരേന്ദ്രനെയും നേതൃത്വത്തിലുള്ള ആളുകളെ തഴയുകയും ചെയ്തിട്ടുണ്ട്. AN രാധാകൃഷ്ണൻ അങ്ങനെ തഴയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അത്തരത്തിൽ ഫ്രാക്ഷനെ നേരിടാനെന്ന് പറയുകയും എന്നാൽ ഒരു ഫ്രാക്ഷനെ കയ്യിലെടുത്തുകൊണ്ട് മറ്റൊരു ഫ്രാക്ഷനെ നേരിടാനുള്ള ഒരു തന്ത്രമാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നടത്തുന്നത്. രണ്ട് സംഭവങ്ങളിലാണ് കേരള രാഷ്ട്രീയത്തിൽ നേരത്തെ VD സതീശൻ പറഞ്ഞതുപോലെ കേരള രാഷ്ട്രീയത്തിൽ കൃത്യമായ ധാരണയില്ല എന്ന് പറയാണ്ടായ കാരണം ഒന്നാമത്തെ പ്രധാനപ്പെട്ട സംഭവം എമ്പുരാൻ സിനിമ ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പരാമർശമാണ്. അത് BJP-യിൽ നിന്നും RSSൽ നിന്നും തന്നെ ശക്തമായ സമ്മർദ്ദവും എതിർപ്പും ഉണ്ടായതിനെ തുടർന്ന് ആ നിലപാട് മാറ്റേണ്ടി വന്നു. അത് കേരള പൊളിറ്റിക്സ് അറിയാത്തതിൻ്റെ ഒരു കുറവായിരുന്നു. സമാനമായി ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഇലക്ഷനിൽ മത്സരിച്ച് തോറ്റ ശേഷം തൻ്റെ എക്സ് അക്കൗണ്ട് പൂട്ടി പോകാൻ വേണ്ടി തീരുമാനിച്ച ആളാണ്. താൻ രാഷ്ട്രീയം വിടുകയാണെന്ന് പ്രസ്താവന ഇറക്കിയിട്ട് പരിപാടി അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ഒരാളാണ് രാജീവ് ചന്ദ്രശേഖരൻ. അങ്ങനെ തീരുമാനിച്ച ഇടക്ക് വെച്ച് ഇട്ടുപോകാൻ മനസ്സുള്ള ഒരാളെ അയാൾക്ക് ഈ പാർട്ടി BJP എന്ന് പറയുന്ന വളരെയധികം കറപ്റ്റഡായ നേതാക്കന്മാർ മാത്രമുള്ളൂ. ഒരുപക്ഷെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് BJP എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും അധികം എഫേർട്ട് എടുത്തിട്ടും കഠിനാധ്വാനം ചെയ്തിട്ടും കേരളത്തിൽ കയറി വരാത്തതിൻ്റെ കാരണം BJP എന്ന പാർട്ടി അത് ആശയപരമായിട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവരുടെ ആദർശമാണ്. അതിനപ്പുറം ജനപക്ഷത്ത് ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് നേടിക്കൊടുക്കുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ടത്. ആ പക്ഷം ചേർന്ന് നിൽക്കുമ്പോഴാണ് വിജയം ഉണ്ടാകുന്നതും ജനങ്ങൾ അംഗീകരിക്കുന്നതല്ല. എന്നാൽ തങ്ങളുടെ അജണ്ട ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സ്വാഭാവികമായിട്ടും വളരെ എഡ്യൂക്കേറ്റഡായ ജനങ്ങൾക്കിടയിൽ അത് വിലപ്പോണമെന്നില്ല. BJP മാത്രം ഒരു പ്രധാന പ്രശ്നങ്ങളൊന്ന് BJPക്ക് നല്ല ജനകീയരായ നേതാക്കന്മാരില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സുരേഷ് ഗോപി പോലും ഇറക്കുമതി നേതാവാണ്. അത്തരത്തിൽ ജനകീയമായ നേതാക്കന്മാരില്ലാത്തൊരു പാർട്ടിയാണ് BJP. എന്നാൽ LDFനെ സംബന്ധിച്ചും UDFനെ സംബന്ധിച്ചും വളരെ ജനകീയ അടിത്തറയുള്ള നേതാക്കളെ വെച്ചിട്ടാണ് ആ പാർട്ടികൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ BJPക്ക് ഒരു വലിയ എൻട്രി ഉണ്ടാക്കാനുള്ള സാധ്യത ഷോർട്ട് ടൈമിലേക്കൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കാം, ലോങ് ടൈമിലേക്ക് അങ്ങനെ ഉണ്ടാക്കാൻ കഴിയണമെന്നില്ല. മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരൻ ഒരു ബാധ്യതയായി അവസാനിക്കാൻ തന്നെയാണ് സാധ്യത. ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ വിഭാഗീയത മൂലം കൃത്യമായ ആവശ്യത്തിനുള്ള സീറ്റുകൾ കേരളത്തിൽ ലഭിക്കാതെ വന്നാൽ ഒരുപക്ഷെ സംസ്ഥാന അധ്യക്ഷ പദവി ഉപേക്ഷിച്ച് പോകാനുള്ള ഒരു സാധ്യതയാണ് മുമ്പിൽ നിൽക്കുന്നത്.